ഞാൻ ഇന്നിവിടെ ഒരു ശുദ്ധി കലശം നടത്തും. കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ആർക്കും വിശ്വാസമായില്ലല്ലോ. അങ്ങനെ രേണുസുതിക്കെതിരെ വീണാസുതി രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ശരിക്കും നേർക്കുനേർ വന്നിരിക്കുന്നു. ഈ ഒരു കൂടിക്കാഴ്ച എപ്പോ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് എനിക്കും അറിയായിരുന്നു. രേണുസുതി അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്ന ഞാൻ കണ്ടു മെനഞ്ഞാന്നത്തെ ഇന്റർവ്യൂല്. വീണ അറിയോ? അറിയില്ല. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോഴിനും അറിയില്ല. ഒരു തവണ പോലും ലൈഫിൽ ഇന്ന് വരെ വീണ നായർ മെസ്സേജ് അയക്കുമല്ലോ മെസ്സഞ്ചറിലൊക്കെ ഗുണഗുണാന്ന് മെസ്സേജ് അയക്കും. നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുകുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവോ? ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഇത്രയും നാള് രേണു പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല. ആ വ്യക്തിയോട് ഞാൻ ജീവിതത്തിൽ സംസാരിച്ചിട്ടേ ഇല്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ്. എനിക്ക് ഓർമ്മയില്ല. വർഷങ്ങൾക്ക് എത്രയോ ഈ അടുത്തുമല്ല എന്തെങ്കിലും മെസ്സേജ് ഇന്ന് വരെ മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്ക് സംസാരിച്ചിട്ട് പഴയ കാലം പുതിയതാ. ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റ് കാശ് മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. ഞാൻ അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് അവരുടെ പുറകെ നടക്കുക? എനിക്ക് എന്റെ ആവശ്യമില്ല. ശരി, 10:45 കവലയെന്നൊരു ബസ്സുണ്ട്. അല്ലേ തന്നെ എന്റെ വാരഫലത്തില് ഈ ആഴ്ച ഒരുത്തനെ തല്ലുന്നുണ്ട്. ഈ രേണുസുതിക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ രേണുസുതിക്ക് അറിയാം. അയ്യോ, അത് ഞങ്ങളുടെ ആരുമല്ല. വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. 1-2 ആഴ്ചയ്ക്ക് മുന്നേ വീണ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തുന്നു എന്ന തരത്തിലൊക്കെയുള്ള രീതിയിലായിരുന്നു വീണ കൊണ്ടുവന്ന് കംപ്ലൈന്റ് കൊടുത്തത്. ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ധർമ്മ. ആ കംപ്ലൈന്റ് പ്രകാരം പോലീസുകാർ രേണുവിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അതായത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനായിട്ട്. പക്ഷെ രേണു ഇതുവരെ പോയിട്ടില്ല. ഇത് വലിയൊരു പുലിവാലായല്ലോ. ഇനിയിപ്പോ എന്താ ഒരു മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണത്? ആലോചിക്കണം.